രാവിലെ നല്ല ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു വെള്ളച്ചമ്മന്തി ഇഷ്ടപ്പെടുന്ന ഒരാളല്ല കേട്ടോ, പക്ഷെ ഞാൻ ചേട്ടൻ്റെ നമ്മൾ കൈയിട്ട് വരെ തിന്നും. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിന്ന് വണ്ടി സർവീസ് ചെയ്യാൻ കൊടുക്കണമായിരുന്നു. അപ്പോൾ ലൂയിനെ വീട്ടിൽ കൊണ്ടാക്കി ഞാൻ നേരെ വണ്ടി സർവീസ് ചെയ്യാൻ കൊണ്ട് കൊടുത്തു കേട്ടോ. ആക്ച്വലി 1 മണിക്കൂറിനുള്ളിൽ തരാമെന്ന് പറഞ്ഞെങ്കിലും അവിടെ എത്തിയപ്പോൾ അത് വൈകിട്ട് തരാമെന്നായിട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ബസ് കയറിയിട്ട് അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ബസ് കയറി നേരെ കൊടുങ്ങല്ലൂർക്ക് വന്നിട്ടോ. കൊടുങ്ങല്ലൂർ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ അമ്പലത്തിൻ്റെ വഴിയെ കുറച്ച് നേരമൊക്കെ നടന്നു കേട്ടോ. കുറേ നാളായി ഒന്ന് സമാധാനത്തോടു കൂടി ഒന്ന് നടന്നിട്ട്. എപ്പോഴും എന്തെങ്കിലും തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഓട്ടോ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് സമയമൊക്കെ എടുത്ത് അവിടേക്ക് ഒന്ന് ചുറ്റി കറക്കാമെന്ന് വെച്ചിട്ട് പതുക്കെ പോയിട്ടോ. അപ്പോൾ എനിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് അത്യാവശ്യമൊക്കെ പറിച്ചിട്ടോ. ഈ ഒരു സാധനം ഉണ്ടല്ലോ, നമ്മുടെ ആലിൽ തൂങ്ങിക്കിടക്കില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിച്ചെടുത്ത കേട്ടോ. ഇത് പണ്ട് പറയുമായിരുന്നു, അതെടുത്തൊന്ന് തലയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മുടി വളരും കേട്ടോ. ആ ഒരു രസത്തിന് ഞാൻ ഇന്ന് എടുത്തതാണ് കേട്ടോ. പിന്നെ എനിക്ക് കുഞ്ഞു കുറച്ച് ഷോപ്പിങ്ങുകൾ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നാളുകൊണ്ട് ഇങ്ങനെ മാറ്റി വെച്ച സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ ഞാനിന്ന് തീർക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അവിടെയൊക്കെ പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ. എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ കുഞ്ഞേ സാധനങ്ങളാണ്. ഒരു മിഞ്ച് തൊട്ടൊരു സെക്കൻഡ് സ്റ്റേറ്റ് വരെ ഉണ്ടാവും അതിൽ. അങ്ങനെ കുഞ്ഞു ചെറിയൊരു പൊട്ട്, പല സമയത്തും നമുക്ക് മിസ്സായി പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവില്ലേ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞാനിന്ന് ലിസ്റ്റ് ഇട്ട് കൊണ്ട് നിർത്താൻ അതൊക്കെ ഞാൻ വാങ്ങി. അപ്പോഴേക്കും അവർ വന്നു. അപ്പോൾ ഇവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലൂയിക്കുട്ടൻ പനിയൊക്കെ വന്ന ആളാകെ ക്ഷീണിച്ചിരിക്കുന്ന കോലം തന്നെ പോയിട്ടോ. ഞാൻ ആക്ച്വലി ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച്